കൊല്ലത്ത് കുടിവെള്ളമെടുക്കാൻ പോയ യുവതി വള്ളം മറിഞ്ഞു മരിച്ചു. പുത്തൻതുരുത്ത് സ്വദേശി സിന്ധുവാണ് വള്ളം മറിഞ്ഞു മരിച്ചത്. കുടിവെള്ളം കിട്ടാത്തതിനെ തുടർന്ന് തുരുത്ത് നിവാസികൾ ചെറുവള്ളങ്ങളിൽ മറുകരകളിലെത്തി വെള്ളം ശേഖരിക്കുകയാണ് പതിവ്. ദിലീപ് ദേവസ്യ വിവരങ്ങളുമായി. ദിലീപ്, പ്രദേശത്തെ ഒരു ബുദ്ധിമുട്ട് കൂടിയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. സിന്ധു എങ്ങനെയാണ് മരിച്ചത്? വള്ളം എങ്ങനെയാണ് മറിഞ്ഞത്? സ്മൃതി, 8 തുരുത്തുകളിലായി 600 കുടുംബങ്ങൾക്കാണ് കഴിഞ്ഞ 8 ദിവസമായി കുടിവെള്ളം കിട്ടാക്കനിയായിട്ട്. കുടിവെള്ളം കിട്ടുമ്പോൾ ഇവർ തോണിയിൽ വെള്ളം ശേഖരിക്കുകയാണ് പതിവ്. ഇന്നും പള്ളി കഴിഞ്ഞ് ഈ സിന്ധുവും മകനും ചേർന്ന് വെള്ളമെടുക്കാൻ തോണിയിൽ പോകുന്നതിനിടെ തോണി മറിഞ്ഞാണ് അപകടമുണ്ടായത്. സിന്ധുവിനെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും വഴിമധ്യേ സിന്ധു മരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസം താമസിച്ച് എത്ര ദിവസമായി അവിടെ വെള്ളം കിട്ടിയിട്ട്? വെള്ളം കിട്ടിയിട്ട് ഒരു 10 ദിവസത്തിൽ കൂടുതലായി. വേണ്ടുന്ന എല്ലാം ഞങ്ങൾക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പിടിച്ച് നിന്നത്. ഇത് ഞങ്ങൾക്ക് ഈ 2 കുടം 3 കുടം വെള്ളം കിട്ടിയിട്ട് നമുക്കൊരു കാര്യവും സാധിക്കാനില്ലല്ലോ. അവരെ വീട്ടിലാണെങ്കിൽ 7-8 പേരുണ്ട്. അവരമ്മയും മക്കളും 4 പേരുണ്ട്. ഒരു ആങ്ങളയുണ്ട്. വയസ്സ് പ്രായം ചെന്നൊരു തള്ളയുണ്ട്. അങ്ങനെ അവർക്ക് തോനെ വെള്ളം വേണം. അപ്പോൾ ഈ വെള്ളം കൊണ്ട് അവർക്ക് മുടുക്കാത്തതുകൊണ്ടാണ് അമ്മയും മോനൂടെ വെള്ളത്തിന് ഈ വരയും വെച്ച് വെള്ളം കൊടുത്തുകൊണ്ട് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ തുരുത്തിലുള്ള ആളുകൾക്ക് വെള്ളത്തിന് വേണമെങ്കിൽ ഇങ്ങനെ തോണിയിൽ പോകേണ്ടതുണ്ടോ? ഞങ്ങൾ തോണിയിൽ തന്നെ പോകണം. പൈപ്പിൽ വെള്ളമില്ലെങ്കിൽ ഞങ്ങൾ തോണി കൊണ്ടുപോയി വേണം വെള്ളം എടുത്തുകൊണ്ട് വരാൻ. ഈ വെള്ളമില്ല എന്നുള്ള കാര്യം അധികൃതരെ അറിയിച്ചിരുന്നു? എല്ലാവരും അറിയിച്ചിരുന്നു. ഞങ്ങളെല്ലാവരും അറിയിച്ച് കൗൺസിൽ വന്ന് പമ്പിലെല്ലാം പറഞ്ഞ് അവർക്ക് ആവശ്യമുള്ള വെള്ളം കൊടുക്കണമെന്ന്. ഇന്ന് എന്തായിരുന്നു സംഭവിച്ചത്? ഇന്നിപ്പോൾ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ മോള് പൂജയും കഴിഞ്ഞ് വന്നപ്പോൾ വെള്ളമില്ലായിരുന്നു. അപ്പോൾ പോയി ഞങ്ങൾ സ്വയമേ പോകുന്നത്. ഞങ്ങളെല്ലാവരും പോയി എടുക്കും. തുടക്കാനൊക്കെ അറിയാം. വല വെക്കാൻ പോകുന്നത്. അപ്പം തുടക്കാൻ പോകുന്ന കൂട്ടത്തിൽ 2 പാത്രവും കൂടെ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് അമ്മയും മോനൂടെ സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. ചിരിച്ച് കുഞ്ഞമ്മേതാവിരുന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അന്നേരം ഞാൻ പറഞ്ഞു എനിക്ക് കൂടെ എടുത്തുകൊണ്ട് വരണേന്ന് പറഞ്ഞു. പോയി അത് കൊണ്ടുവച്ചിട്ട് വരാൻ. കൊണ്ടുവരുന്ന വെള്ളം ഒരു വീട്ടിലേക്ക് തികയുമോ? ഇല്ല, കൗൺസിൽ കൊണ്ടുവരുന്ന വെള്ളം നമുക്ക് തികയത്തില്ലല്ലോ. നമ്മളിവിടെ പോയി അതെടുക്കാം. നമുക്ക് നമുക്ക് തുണി ഇടണം, കുളിക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടേ. കൗൺസിലിന് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ഒരുപാട് വീടുള്ളതില്ലയോ. സ്മൃതി, ഇവിടെ MLA ഉണ്ട്. അതോടൊപ്പം തന്നെ സ്ഥലം കൗൺസിലറും സ്ഥലം MLA സ്ഥലത്തുണ്ട്. ഇന്ന് ഈ പ്രദേശത്ത്, അതായത് 8 ദിവസങ്ങളായി ഈ പ്രദേശത്ത് കുടിവെള്ളം ലഭ്യമായിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് സ്ഥലം കൗൺസിലർ, ഇവിടെ കുടിവെള്ളം എങ്ങനെയാണ് നിങ്ങൾ എത്തിക്കുന്നത്? സ്ഥലം കൗൺസിലറല്ലേ? സ്ഥലം കൗൺസിലർ ദീപു എന്നാണ് പേര്. മൊത്തത്തിലാണെങ്കിൽ നമുക്കുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 ഐലൻഡുകളാണ് ഉള്ളത്. 9 ഐലൻഡുകളിലും കിണറോ അല്ലെങ്കിൽ ബോർവെല്ലോ അങ്ങനെയുള്ള ഒരു സംവിധാനങ്ങളും 9 ഐലൻഡുകളിലും ഇല്ല. ഈ കുടിവെള്ളമെല്ലാം എത്തിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കായലിൻ്റെ അടിയിൽ കൂടി പൈപ്പ് ഇടുകയും ഇപ്പം പണി പൂർത്തീകരിക്കാൻ പോകുന്ന മുക്കാട് ഫാത്തിമ ഐലൻഡ് പാലത്തിന് മുകളിൽ കൂടി താൽക്കാലികമായിട്ട് ലൈൻ ഇട്ടിട്ടാണ് നമ്മൾ ഈ 500ഓളം വരുന്ന കുടുംബങ്ങളിൽ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ചവറ പാലത്തിൽ നടക്കുന്ന വർക്കുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പൈപ്പ് കഴിഞ്ഞ ഞായറാഴ്ച മുതലാണ് ഈ പ്രശ്നം രൂക്ഷമായി വരുന്നത്. അപ്പോൾ ഒരു കൗൺസിലർ എന്ന നിലയിൽ എന്നാൽ കഴിയുന്ന രീതിയിൽ വെള്ളങ്ങൾ നമ്മൾ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു ചവറയിൽ പൈപ്പ് പൊട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രദേശത്ത് കുടിവെള്ളം. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പ്രദേശത്ത് ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് ആൾട്രമൂട്ടിൽ, ശക്തമായ ആൾട്രമൂട്ടിൽ. അപ്പോൾ അവിടെ വെള്ളം വരുന്നത് ചവറ ശാസ്താംകോട്ടയിൽ നിന്നാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ വരാനുള്ള ഏക മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈനിൽ കൂടി 700 mm കാസ്റ്റിംഗ് ലൈനിൽ കൂടി തന്നെയാണ് വെള്ളം വരുന്നത്. അപ്പോൾ അത് തകർന്നു പോയതുകൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് വെള്ളം എത്താൻ കഴിയാതിരുന്നത്. താൽക്കാലികമായി ഒരു കണക്ഷൻ കൊടുത്ത് ഒരു 10 ശക്തമായ സോണിൽ ഏകദേശം ഒരു 200ഓളം വീടുകൾക്ക് താൽക്കാലികമായി വെള്ളം എത്തുന്നുണ്ട്. പക്ഷേ ഒരു 10,000 വീട് കിടക്കുന്നിടത്ത് 200 വീട്ടിൽ വെള്ളം എത്തിയിട്ട് ഒരു തരത്തിലും പ്രയോജനം കിട്ടത്തില്ല. നമുക്ക് തുരുത്ത് മേഖലയിൽ 9 തുരുത്തുള്ളതിൽ പുത്തൻതുരുത്തിൽ മാത്രം ഒരു 10-20 വീടുകൾക്ക് വെള്ളം കിട്ടുന്നുണ്ട്. ബാക്കി പൂർണ്ണമായിട്ടും കുടിവെള്ള പ്രശ്നം ഭയങ്കര രൂക്ഷമായിട്ടാണ് നിൽക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ വള്ളത്തിൽ നമ്മൾ 1000-500 ലിറ്ററിൻ്റെ ടാങ്ക് വെച്ചിട്ട് വെള്ളം അടിച്ച് ടാങ്കുകൾ അടിച്ചിട്ട് തുരുത്തുകളിൽ അടുപ്പിച്ചിട്ട് മോട്ടർ വെച്ച് അടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിനുള്ള മാർഗ്ഗങ്ങൾ ഇപ്പോൾ നമ്മൾ പല വ്യക്തികളിൽ നിന്ന് കണ്ടെത്തുകയും സംവിധാനങ്ങൾ സാമ്പത്തികമായിട്ടുള്ള പല വ്യക്തികൾ നമുക്ക് പരിചയമുള്ള ആളുകളിൽ നിന്ന് കളക്ട് ചെയ്യുകയും കൗൺസിലർ എന്ന നിലയിൽ എൻ്റെ കയ്യിൽ നിന്നും പൈസ ഉൾപ്പെടെ ഇട്ടിട്ടാണ് ഈ സംവിധാനങ്ങൾ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഈ പ്രദേശത്തെ ആളുകൾ, ചേട്ടൻ തുരുത്ത് നിവാസിയാണോ? ഞാൻ പൊതുപ്രവർത്തകനാണ് അവിടുത്തെ. ഈ തുരുത്തിൽ കഴിഞ്ഞ 9 ദിവസങ്ങളായിട്ട് വെള്ളമില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇക്കാര്യത്തെക്കുറിച്ച് തുരുത്തിൽ മാത്രമല്ല, ശക്തികുളങ്ങര പഞ്ചായത്തിൽ, നീണ്ടകര പഞ്ചായത്തിൽ, ചവറയുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം ലഭ്യമല്ല. അപ്പോൾ ശാസ്താംകോട്ടയിൽ നിന്നുള്ള മെയിൻ ലൈൻ ആ പാലം തകർന്നത് മൂലം ഉണ്ടായ തകരാറാണ് ഈ വെള്ളം ലഭ്യമല്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. ഈ എല്ലാ വീടുകളിലേക്കും ഇതുപോലെ തോണിയിൽ എത്തിച്ച് വെള്ളം കൊണ്ടുപോകുന്ന സ്ഥിതി ആണോ ഈ തുരുത്തുകളിലുള്ള ഈ 9 തുരുത്തുകളിൽ അങ്ങനെ കൊണ്ടുപോകാനുള്ള സംവിധാനമേ ഉള്ളൂ. അപ്പോൾ നിലവിൽ ഉള്ള സംവിധാനം വെള്ളം എത്തിക്കുന്ന കോർപ്പറേഷൻ വെള്ളം എത്തിക്കുന്ന സംവിധാനം. കോർപ്പറേഷൻ വെള്ളം എത്തിക്കുന്നത് കരയ്ക്ക് കൊണ്ടുവരാനല്ലേ കഴിയൂ.
ഇപ്പോൾ പറഞ്ഞത് പൈപ്പ് വെള്ളം ഉണ്ടായിരുന്നു, ചവറയിൽ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് വെള്ളം കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. പൈപ്പ് പൊട്ടിയത് കൊണ്ടാണ് വെള്ളം കിട്ടാത്തത്. അത് ചവറയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തികുളങ്ങര നീണ്ടാര പഞ്ചായത്തുകൾ തുടങ്ങി ചവറയുടെ വിവിധ ഭാഗങ്ങളിൽ ആ പ്രശ്നം ഉണ്ടായിരുന്നു. കുറച്ചധികം പ്രശ്നങ്ങൾ കരയിലുള്ള മേഖലകളിൽ ടാങ്കറിൽ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കാൻ കഴിയുന്നുണ്ട്. തുരുത്തിലേക്ക് നമുക്കതിന് കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ട്. ഈ 600 കുടുംബങ്ങളിലേക്കാണ് സ്മൃതി വെള്ളം ഇത്തരത്തിൽ ലഭ്യമാകാതിരുന്നത് കഴിഞ്ഞ 9 ദിവസങ്ങളിൽ. അങ്ങനെ വെള്ളം എടുക്കുന്നത്, അതായത് കുറച്ച് വെള്ളം മാത്രമേ, വീട്ടിലെ ആവശ്യത്തിന് 2-3 ബക്കറ്റ് വെള്ളം മാത്രമാണ് ഇവർക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലടക്കം കാണാം, ഒരു തോണിയിൽ 3 ടാങ്ക് വെള്ളമാണ് ഇവർക്ക് നൽകുന്നത്. അതിൽ ഒരു വീട്ടുകാർക്ക് ചിലപ്പോൾ 2 ബക്കറ്റ് വെള്ളമായിരിക്കാം അടുക്കള ആവശ്യത്തിന് ലഭിക്കുക. മറ്റാവശ്യങ്ങൾക്കെല്ലാം ഈ പുഴയിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുക. ചേച്ചി, ഈ വീട്ടിലെ വെള്ളമൊക്കെ എങ്ങനെയാണ് ചേച്ചി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? വെള്ളം നമുക്ക് പൈപ്പ് ലൈൻ, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വെള്ളമില്ല. ഇല്ല, ശാസ്താംകോട്ട ലൈനിൽ അവിടെ ചവറ പാലത്തിൽ വെള്ളം പൈപ്പ് ഇടിഞ്ഞു പോയല്ലോ. അതിനുശേഷം പിന്നെ 8 ദിവസത്തോളം, കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ ഞായറാഴ്ച മുതൽ വരെ വെള്ളം ഉണ്ടായിട്ടില്ല. പക്ഷേ തുരുത്തിൽ ഞങ്ങൾക്ക് വെള്ളമില്ലാതായാൽ അത് ഭയങ്കരമായൊരു പരിമിതിയാണ്. കാര്യം കുഞ്ഞു കുഞ്ഞു വള്ളങ്ങളിലാണ് ഇതേ കണക്കാണ് പോയി വെള്ളത്തിൽ വെള്ളം എടുക്കുന്നത്. വെള്ളം അങ്ങനെ അങ്ങനെ തന്നെ വരുന്നതാണ്. നമ്മൾ ജോലിക്ക് പോയിട്ട് അമ്മയും മോനും കൂടി വല വയ്ക്കാനായിട്ട് പോയതാണ്. പോയിട്ട് വന്ന് ആ വെള്ളത്തിൽ തന്നെ വെള്ളം എടുക്കാനായിട്ട് പാത്രം പറക്കി വെച്ചിട്ട് പോയത്. അവർ വെള്ളം എടുത്തുകൊണ്ട് വരുന്ന വഴിയിലാണ് ബോട്ട് വെള്ളം വലിവായിരുന്നു ഭയങ്കര. അപ്പോഴത്തേക്ക് വെള്ളത്തിൽ പൊട്ടിച്ച് നീടിച്ചിട്ടാണ് വീണ വടേനെ ബോട്ടിനടിയിലോട്ടായിപ്പോയി. അങ്ങനെയാണ് മരണം സംഭവിച്ചത്. നിങ്ങളെല്ലാവരും തന്നെ ഇങ്ങനെ സമാനമായ രീതിയിൽ തുരുത്തി ജീവിക്കുന്നവരെല്ലാവരും ഇങ്ങനെ തന്നെ കൊച്ചുങ്ങളടക്കം ഉൾപ്പെടെ വെള്ളമില്ലെങ്കിലുള്ള അവസ്ഥ ഇതാണ് ഞങ്ങൾക്ക്. എം.എൽ.എയോടൊക്കെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞത്, എം.എൽ.എ പറഞ്ഞ് കഴിഞ്ഞ ഞായറാഴ്ചയൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞ് ഒരു 5 ദിവസം 3 ദിവസം എന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. പക്ഷേ 3 ദിവസം പോയിട്ട് ഇത്രയും ദിവസമായിട്ട് ഇതിനൊരു പരിഹാരം കണ്ടിട്ടില്ല ഞങ്ങൾക്ക്. ഇവരൊക്കെ ബന്ധുക്കളായിരിക്കും. ഭർത്താവാണ്. ഈ അസുഖമില്ലാത്ത ഭർത്താവിനെ നോക്കി ഇരിക്കുകയാണ് സിന്ധു. വീട്ടിലെ ഇവരെല്ലാം പരിചരിക്കുന്നത് സിന്ധുവാണ്. മകനോടൊപ്പം ഇന്ന് തോണിയിൽ വെള്ളമെടുക്കാൻ പോകുന്നതിനിടെ ബോട്ട് വന്ന് തോണി മറിഞ്ഞ് ബോട്ടിൻ്റെ അടിയിലേക്ക് സിന്ധു പെടുകയായിരുന്നു. സിന്ധുവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുടിവെള്ളം എടുക്കുന്നതിന് വേണ്ടി, വീട്ടിലെ ആവശ്യങ്ങൾക്ക് വെള്ളം എടുക്കുന്നതിന് വേണ്ടി മകനോടൊപ്പം പോയതായിരുന്നു. വെള്ളത്തിൽ പോകുന്നതിനിടെയാണ് വെള്ളം മറിഞ്ഞ് ദാരുണമായ അന്ത്യം സംഭവിച്ചത്. സ്മൃതി, ഏറ്റവും ദാരുണമായ സംഭവമാണ്. മാത്രമല്ല പ്രദേശത്തെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ഗുരുതരമായൊരു വിഷയമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന നിരവധി കുടുംബങ്ങളുള്ള ഒരു പ്രദേശത്ത് എങ്ങനെയാണ് കുടിവെള്ളത്തിനായി ഇവർ ബുദ്ധിമുട്ടുന്നത്? ആ ബുദ്ധിമുട്ടുന്നതിനിടയിൽ സംഭവിച്ചിരിക്കുന്ന ഒരു ദാരുണ സംഭവം, മരണം. കുടിവെള്ളത്തിന് വേണ്ടി പോകുമ്പോൾ വള്ളം മറിഞ്ഞു മരിക്കുന്നു എന്നുള്ളതാണ് നാട്ടിലെ അവസ്ഥ. ഇത് തുടർച്ചയായി പരാതിപ്പെട്ടിട്ടും ഒരു പരിഹാരവുമില്ലാത്ത വിഷയമെന്ന് നാട്ടുകാർ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. വളരെ വിശദമായി തന്നെ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് ഇത്. ദിലീപ് ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്.